C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിന്റെ കഴുത്തിലെ ഈ താലി പറയടി പൂതനെ, പറയടി, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടി, പറയടി, എടി പറയിപ്പിക്കൂടി, നിന്നെ കൊല്ലൂടി ഞാൻ, നീ പറയാനല്ലേടി പറഞ്ഞ, പറയടി, നിക്കട അങ്ങോട്ട്. എടി നിന്നോടാ ചോദിച്ച, ആരാടി ഇത് കെട്ടിയത്? പറയാനല്ലേ പറഞ്ഞേ, നിന്നോടല്ലേ പറഞ്ഞേ, മാറാ അങ്ങോട്ട്. ഇവളെ കൊണ്ട് നീ നോക്കിക്കോ. ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയുടെ ദേഹത്താ അമ്മ കൈവച്ചത്. ഇനി നോക്കി നിൽക്കാനെ കൊണ്ട് പറ്റത്തില്ല. എനിക്കറിയായിരുന്നടാ, നിന്റെ നാവിന്ന് തന്നെ ഇത് വീണ് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. രണ്ടും കൂടെ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ. വിജയലക്ഷ്മി, കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഇത് കണ്ടോ? എന്താ ചെയ്തു വെച്ചിരിക്കുന്നെന്ന്? നമ്മളറിയാതെ കെട്ടി താലി കണ്ടോ? ഞാനെല്ലാം കേട്ടു. ഇതിന് തീർപ്പുണ്ടാക്കേണ്ടത് ഇവിടെ അല്ല വിജയേ. നിനക്ക് ഈ ചെയ്യുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ലല്ലോ സുസ്മിതേ. അയ്യോ, എന്നാര് പറഞ്ഞു? കണ്ടാലറിയില്ലേ? ദേ, എത്ര തുടച്ചാലും അഴുക്ക് ബാക്കി കിടക്കും. നിന്റെ മനസ്സ് പോലെ തന്നെ. ദേ, നിന്റെ സഹോദരൻ വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ അൽസേഷ്യൻ നായ ടോണി. അവന് തീറ്റ കൊടുത്തില്ല. നീ കഴിച്ചോ സുസ്മിത? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ദേ, മറക്കണ്ട. ഞാൻ കഴിച്ചതാ. അന്ധഭയം ഒരുക്കണം. ചോദിച്ചാ മറുപടി പറയണം. ശരി. ശരിയല്ല, ശരി മാം. ശരി മാം. നീങ്ങി നിക്ക്. എന്താ ഇത്? പിടിച്ചോ. വിജയലക്ഷ്മി, എന്താ ഇത്? സത്യാമ്മേ, നാടിന് മുഴുവൻ നീതി ന്യായം നടത്തി കൊടുക്കുന്ന ആളല്ലേ നിങ്ങൾ? എനിക്കുണ്ടായ മാനഹാനിക്കും ധനനഷ്ടത്തിനും പരിഹാരം തേടിയാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശാരദയുടെ മകളല്ലേ ഇവള്? ഇവളെന്തിനാ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്? കാരണമുണ്ട്. നിങ്ങളുടെ മരുമകളെ വിളിക്ക്. അവളവിടെ ശാലിനി. വന്നല്ലോ. ശരീജി, എന്താ എന്താ പറ്റിയേ? എന്തു പറ്റിയെന്ന് നിനക്ക് അറിയില്ലല്ലേടി? എന്താ വിജയന്റി? എനിക്കൊന്നും മനസ്സിലായില്ല. കള്ളക്കല്യാണം നടത്തി എന്നെ കബളിപ്പിക്കാമെന്ന് കരുതിയോ നീ? കള്ളക്കല്യാണോ? സത്യാമ്മ ഇതൊന്ന് കേക്കണം. ഈ പെണ്ണു എന്റെ മോനുമായുള്ള കല്യാണം മുടങ്ങിയതിന് സാക്ഷിയാണല്ലോ നിങ്ങള്. 30 പവൻ സ്വർണം തരാമെന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടുകാരെന്നെ കബളിപ്പിച്ചു.
പൊന്നെന്റെ കയ്യിൽ നിന്ന് കഴുത്തിന്ന് ഊരിക്കൊണ്ടുപോയി നാണം കെടുത്തി എന്നെ. ഇനിമേൽ ഇവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് കമ്പൊടിച്ചിട്ടതാ ഞാൻ. ഇതിനിടയിൽ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ തക്കം നോക്കി ഇവനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു, അതും ഞാനറിയാതെ. അടിപൊളി. അതില് വിജയന്റെ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുടുംബത്തിന്റെ പാരമ്പര്യം അത്. ഇളയവള് ശാലിനിയുടെ കല്യാണം അല്ലേ ആദ്യം നടന്നത്? നിശ്ചയിച്ചുറപ്പിച്ചവനോ ഈ കല്യാണം നടന്നോ? അമ്പലത്തെ തൊഴാൻ വന്നവനെ പിടിച്ച് കെട്ടി. കുടുംബശ്രീ ശാരദയുടെ മക്കളാണെങ്കിൽ കല്യാണത്തിന് ക്ഷണം നടത്തിയിട്ട് പന്തലിൽ വരുന്നവരിൽ ആരുടെ പോക്കറ്റിനാ കനം കൂടുതലെന്ന് നോക്കും. പിന്നെ അയാളുടെ തോളിലോട്ടങ്ങ് വീഴും. സദാചാരവും ന്യായവും പറയുമ്പോഴാണെങ്കിലോ അവർക്കപ്പുറം ആരുമില്ല. വിജയാന്റി, വേണ്ടാത്തത് പറയരുത്. ശാരികേച്ചിയും രാജീവ് സാറുമായിട്ടുള്ള വിവാഹം നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ലടി, അറിഞ്ഞെന്ന് നിന്നോടാര് പറഞ്ഞു? വിജയാന്റിയോട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടാണല്ലോ ശാരികേച്ചിയെ രാജീവ് സാർ കൂട്ടിക്കൊണ്ടു പോയത്, അല്ലേ സർ? രാജീവ് എന്നെ എന്തു പറഞ്ഞു മനസ്സിലാക്കിയെന്നാടി? എന്റെ മകന്റെ കെട്ടിലമ്മയായിട്ടല്ല, വയ്യാതെ കിടക്കുന്ന എന്നെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സ് ആയിട്ടാ നിന്റെ ശാരികേച്ചി അങ്ങോട്ട് കെട്ടിയെടുത്തത്. ശരിയാണോ സർ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.